ഇടുക്കിയുടെ മലയോര മേഖലകളിലൊക്കെ തന്നെ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മുല്ലപ്പെരിയാറിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിലാണെങ്കിലും അതിശക്തമായ മഴയാണ് ഇന്നലെ രാത്രി മുതൽ ലഭിച്ചത്. അതിനെ തുടർന്ന് ഇന്ന് രാവിലെയൊക്കെ മുല്ലപ്പെരിയാറിലേക്ക് 70,000 കനയടി വെള്ളത്തിന് മുകളിലാണ് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് രാവിലെ 8 മണിയോട് കൂടിയിട്ട് മുല്ലപ്പെരിയാർ ഡാം തുറക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നത്. 8 മണിയോട് കൂടിയിട്ട് തുറക്കുമെന്ന് ആദ്യം അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് 9 മണിയോട് കൂടിയിട്ടാണ് ആദ്യത്തെ 3 ഷട്ടറുകൾ തുറന്നത്. പിന്നീട് 11 മണിയോട് കൂടിയിട്ട് ബാക്കി 5 ഷട്ടറുകളും 1 മണിയോട് കൂടിയിട്ട് ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയിട്ട് 13 ഷട്ടറുകളും 1 മീറ്റർ വരെ ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. അങ്ങനെ 7,163 കനയടി വെള്ളമാണ് മുല്ലപ്പെരിയാറിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയത്. ഇപ്പോൾ ഈ മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകി തുടങ്ങുമ്പോൾ ആദ്യം വെള്ളം എത്തുന്നത് പെരിയാറ്റിലൂടെ ആദ്യം ജനവാസ മേഖല എന്ന് പറയുന്നത് വള്ളക്കടവ് വണ്ടിപ്പെരിയാർ ഭാഗങ്ങളിലാണ്. അതുപോലെ ആ ഒരു ഭാഗത്ത് വികാസ് നഗറിലാണ് ആദ്യം ഈ വെള്ളം വീടുകളിലേക്ക് കയറി തുടങ്ങുക. ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വികാസ് നഗറിലെ വീടുകളിലൊക്കെ തന്നെ അകത്തോട്ട് വെള്ളം കയറി തുടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ചേട്ടാ, ഇവിടെ ഇപ്പം വെള്ളം കയറി തുടങ്ങാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? ഇപ്പോൾ രാവിലെ ഒരു 10 മണിയായപ്പോഴാണ് വെള്ളം സ്റ്റാർട്ട് ചെയ്തത്. വെള്ളം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടെ ഒരു കൈറോഡുണ്ട്. ആ കൈറോഡിൻ്റെ താഴെ നിന്ന് അത് കഴിഞ്ഞ് 1 മണിക്ക് ശേഷമാണ് ഒത്തിരി ഓവറായിട്ട് വെള്ളം വരാൻ തുടങ്ങി. ഇനിയും വരുമെന്നുള്ളൊരു ചെറിയ പ്രതീക്ഷയുണ്ട്. എന്തേരം വരുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുമില്ല, അറിയിപ്പുമില്ല. കഴിഞ്ഞ 2018 ആ പ്രളയം ഉണ്ടായപ്പോഴാണ് ഇതുപോലെ ഓവറായിട്ട് വെള്ളം വന്നത്. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ താഴോട്ട് താമസിക്കുന്നവർക്ക് ഭയങ്കര ദുരിതമായിരിക്കും. വണ്ടിയോ ഒന്നും ഇല്ല. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആരെയും ഒരിടത്തോട്ടും കൊണ്ടുപോകാനായിട്ടുള്ള സാഹചര്യം നമുക്കില്ല. ഈ വരുന്ന വെള്ളത്തിനകത്തുള്ള പാമ്പിനെ നമ്മൾ ഓടിച്ചു വിട്ടതാണ്. വെള്ളം വീട്ടിലേക്ക് കയറി തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് വണ്ടിപ്പെരിയാർ വികാസ് നഗർ മേഖലകളിലുള്ളത്. ഇനി ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരം കൂടെ ഇന്നലത്തെ പോലെ പ്രതീക്ഷിക്കാത്ത ഒരു അസാധാരണ മഴയാണ് ലഭിക്കുന്നതെങ്കിൽ ഇതിൽ കൂടുതൽ വെള്ളം ജനവാസ മേഖലകളിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ജോബിൻ തേക്കടിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.